നമ്മൾ വിചാരിക്കാത്ത ഒരു വമ്പൻ ജിയോ പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ആണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് 100% താരിഫ് അടിച്ചാൽ എങ്ങനെയിരിക്കും? അതേസമയം അതേ റഷ്യൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇളവും. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രമാണ്, ഇത് ശരിക്കും റഷ്യക്കെതിരായിട്ടുള്ള നീക്കമാണോ അതോ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ പ്രഷറൈസ് ചെയ്യാനുള്ള പുതിയ സ്ട്രാറ്റജിയാണോ? റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ അമേരിക്കൻ സെനറ്റിൽ ഒരു പുതിയ ബില്ല് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. കേട്ടാൽ വിശ്വസിക്കാൻ പാടാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ താരിഫ്, അതായത് ഒരു 100% നികുതി ചുമത്താനാണ് ഈ ബില്ല് ശുപാർശ ചെയ്യുന്നത്. അതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ റഷ്യൻ ഗ്യാസ് വാങ്ങുന്ന 15 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതിൽ ഇളവ് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ വാർത്തയുടെ പിന്നിലെ സത്യം എന്താണ് യഥാർത്ഥത്തിൽ ഈ സാങ്ഷനിങ് റഷ്യ ആക്ട്? ഇത് ഇന്ത്യയുടെ എക്കണോമിയെ ബാധിക്കുമോ? നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതികരണം എന്താണ്? അമേരിക്ക എന്തുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോൾ നിയമമായിട്ട് മാറിയിട്ടില്ല. അമേരിക്കൻ സെനറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രപ്പോസ്ഡ് ബൈ പാർട്ടിസൺ ബില്ലാണിത്. അതായത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിലെ ചില സെനറ്റേഴ്സ് ചേർന്നിട്ടാണ് ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്തിടെ അന്തരിച്ച പ്രമുഖ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസി ഗ്രാമിന്റെ ഒരു ലെഗസി പ്രൊജക്ട് ആയിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം സിമ്പിളാണ്: യുക്രൈൻ യുദ്ധം തുടരുന്ന റഷ്യയുടെ യുദ്ധ സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കുക, വരുമാന മാർഗങ്ങൾ അടയ്ക്കുക. കാരണം റഷ്യയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഓയിലും ഗ്യാസും. അതിനാൽ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണയും ഗ്യാസും വാങ്ങുന്ന 5 രാജ്യങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ 5 രാജ്യങ്ങൾ ഇവരാണ്: ഇന്ത്യ, ചൈന, സ്ലോവാക്യ, ഹംഗറി, പിന്നെ അസർബൈജാൻ. ഈ ടാരിഫ് എന്നതൊരു ഇമ്പോർട്ട് ടാക്സ് ആണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അധിക നികുതി ചുമത്തുമ്പോഴാണ് അതിനെ ടാരിഫ് എന്ന് പറയുന്നത്. ഈ ബില്ല് പ്രകാരം റഷ്യൻ ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് വലിയ തോതിൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ താരിഫ് ചുമത്താൻ സാധിക്കുന്ന തരത്തിലാണ് വ്യവസ്ഥ. അതായത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില ഇരട്ടിയാകാൻ വരെ സാധ്യതയുണ്ടാകും. എന്നാൽ ഈ ഒരു ബില്ല് നിയമമായാലും അതിന്റെ നടപ്പാക്കൽ എങ്ങനെയായിരിക്കും എന്നത് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2025 ഏപ്രിലിൽ ആദ്യമായിട്ട് ഈ ബില്ല് വന്നപ്പോൾ നിർദ്ദേശിച്ചിരുന്നത് 500% വരെ ടാക്സ് അടിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ 2026 ജൂലൈയിൽ വന്ന പുതുക്കിയ പതിപ്പിൽ അത് പരമാവധി 100% കുറച്ചിട്ടുണ്ട്. പക്ഷേ 100% ടാക്സ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ എക്സ്പോർട്സിനെ അത് അപ്പാടെ തകർക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്താണ് എന്ന് നോക്കാം. ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ ഇവിടെ 100% ടാക്സ് ഭീഷണി മുഴക്കുന്ന അമേരിക്ക 15 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ബില്ലിൽ ക്ലിയർ ആയിട്ട് എക്സംഷൻ, ഇളവ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ വാദം ഇതാണ്: ആ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നത് റഷ്യൻ ഗ്യാസ് ആണ്. അത് അവരുടെ ആകെ ആവശ്യത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമല്ല അവർ റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടത്രേ. എന്നാൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. കോൺഗ്രസ് വക്താവ് പവൻ ഖേര കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നത്, ട്രംപിന്റെ ഒരു ബാക്കിങ്ങോടെ, പിന്തുണയോടെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ഇന്ത്യക്കെതിരെ ഇത്തരം ഭീഷണി ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നാണ്. ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണിത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ ചില ബിഗ് ഫാക്ട്സ് ഒന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് ഇത്രയും കൂട്ടിയത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ അടുത്ത പശ്ചിമേഷ്യയിൽ ഉണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി ഓയിൽ വരുന്നത് തടസ്സപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ 40% എണ്ണയും വന്നിരുന്നത് ആ വഴിയിലൂടെയാണ്. അത് പ്രതിസന്ധിയിലായപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി റഷ്യൻ ക്രൂഡ് ഓയിൽ നമ്മൾ വലിയ തോതിൽ വാങ്ങി. 2026 ജൂണിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി 34% വർദ്ധിച്ചത്. അതായത് ഏതാണ്ട് 4.5 ബില്യൺ യൂറോയുടെ എണ്ണയാണ് ഇന്ത്യ ഒറ്റ മാസം കൊണ്ട് വാങ്ങിയത്. ചൈന കഴിഞ്ഞാൽ റഷ്യയുടെ രണ്ടാമത്തെ വലിയ കസ്റ്റമർ ഇന്ത്യയാണ്. അമേരിക്കൻ ഏജൻസിയായ OFAC താൽക്കാലികമായിട്ട് നൽകിയ ലൈസൻസ് ജൂൺ 17 തീർന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ ബില്ല് സെനറ്റിൽ വരുന്നത്. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം, ഇന്ത്യ ഇത് കണ്ട് പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പ്രമുഖ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള GTRI ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഒട്ടും പേടിക്കേണ്ടതില്ല. അതിനവർ പറയുന്ന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് 15 മാസമായിട്ട് അനക്കമില്ല.
ഈ ബില്ലിന്റെ ആദ്യ രൂപം കഴിഞ്ഞ 15 മാസമായിട്ട് US സെനറ്റിൽ ഒരു പുരോഗതിയും ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇതിന് സെനറ്റിൽ വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി രണ്ടാമത്തെ കാരണം സുപ്രീം കോടതി വിധിയാണ്. US സുപ്രീം കോടതിയുടെ ചില സമീപകാല വിധികൾ അനുസരിച്ച് ട്രേഡ് നിയമങ്ങൾക്ക് പുറത്തുനിന്ന് പ്രസിഡന്റിന് തോന്നിയതുപോലെ ഇത്തരം കനത്ത താരിഫുകൾ ചുമത്താൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. മൂന്നാമത്തേത് പ്രസിഡൻഷ്യൽ വെയ്വർ. ഈ ബില്ല് പാസ്സായാൽ പോലും US പ്രസിഡന്റിന് പ്രത്യേക സാഹചര്യങ്ങളിൽ രാജ്യങ്ങൾക്ക് ഇളവ് നൽകാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ച് ഇന്ത്യക്ക് ഇളവ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ ഒരു മുഴുവൻ ചിത്രം നോക്കുമ്പോൾ ഇതൊരു താരിഫ് വാർത്ത മാത്രമല്ല. ഇന്ത്യ അമേരിക്ക ബന്ധം, യുക്രൈൻ യുദ്ധം, റഷ്യൻ ഓയിൽ, ഗ്ലോബൽ ട്രേഡ്, ജിയോ പൊളിറ്റിക്സ് ഇവയെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ വിഷയമാണ്. ഈ ബില്ല് നിയമമാകുമോ, അല്ലെങ്കിൽ ചർച്ചകൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ വരുമോ? അതാണ് ഇനി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.